മനസ്സിൽ ഇഷ്ടക്കേട് തോന്നി തുടങ്ങിയാൽ പിന്നെ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഒക്കെ കുറ്റം കണ്ടുപിടിക്കുവാനായിരിക്കും പലപ്പോഴും ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടക്കേടിന് പല കാരണങ്ങൾ ഉണ്ടായേക്കാം. നാം ഏതെങ്കിലും അപ്രിയ സത്യങ്ങൾ പറയുന്നത് കൊണ്ടാവാം, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ടാവാം, ഏതെങ്കിലും പെരുമാറ്റ ദോഷങ്ങളെക്കുറിച്ച് താക്കീത് ചെയ്യുന്നത് കൊണ്ടാകാം. ചിലപ്പോഴൊക്കെ ആളുകൾക്ക് ഇഷ്ടക്കേടുണ്ടാകുവാൻ കാരണമായിട്ട് മാറുന്നത്. പ്രത്യേകിച്ച് ആത്മീക ശുശ്രൂഷയിൽ തുടരുന്ന വ്യക്തികൾ മറ്റുള്ളവരുടെ ഇഷ്ടക്കേടിന് പലപ്പോഴും വിധേയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ പാത്രരാകാറുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ കാര്യമാണ് ഇന്നത്തെ വചനത്തിലൂടെ നാം ചിന്തിക്കുന്നത്. 2 കൊരിന്ത്യർ 13 അധ്യായം 3 വാക്യത്തിൽ ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ. പൗലൂസിലൂടെ സംസാരിക്കുന്നത് ക്രിസ്തുവാണോ, അതോ പൗലൂസ് സ്വയമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണോ? ഈ ഒരു സംശയത്തിൽ കൊരിന്തിലുള്ള ചില ആളുകൾ എത്തിച്ചേർന്നു. അവർ പൗലൂസിലൂടെ ക്രിസ്തുവാണ് സംസാരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് തെളിവ് തേടി നടക്കുകയാണ്, തുമ്പ് അന്വേഷിക്കുകയാണ്. അതാണ് പൗലൂസ് പറയുന്നത്, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ. അതായത് പൗലൂസിൽ യേശുവാണോ ജീവിക്കുന്നത്? ഇത് ഹൃദയം തകർക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാനല്ല, യേശു അത്രേ എന്നിലൂടെ ജീവിക്കുന്നത്, എന്നിലൂടെ യേശുവാണ് പ്രവർത്തിക്കുന്നത്, എന്നിലൂടെ യേശുവാണ് സംസാരിക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലന് നല്ല ബോധ്യമുണ്ടായിരുന്നു. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നത്, നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത് പറയണം എന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട, പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. മത്തായി സുവിശേഷം 10 അധ്യായം 20 വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ അല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ. അതായത് സുവിശേഷ നിമിത്തം നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കും, പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കും, നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ നിങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ നിങ്ങൾ സുവിശേഷ നിമിത്തം ഏൽപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്തു പറയണം എന്ന് വിചാരപ്പെടരുത്. കാരണം പറയുവാനുള്ളതെല്ലാം ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ ഉള്ള ദൈവത്തിൻ്റെ ആത്മാവാണ്. ലൂക്കോസ് 21:15 നമുക്ക് ഇതേ ചിന്ത കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറയാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. ഇത് കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർക്കാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. പൗലോസിലൂടെ ക്രിസ്തു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, പൗലോസിലൂടെ ക്രിസ്തു സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ പൗലോസിനോട് അനിഷ്ടം തോന്നിയ, ഇഷ്ടക്കേട് തോന്നിയ, അല്ലെങ്കിൽ പൗലോസിന് വിരോധമായിട്ട് ദുരുപദേഷ്ടാക്കന്മാർ വിതച്ച വിത്ത് ചില വിശ്വാസികളുടെ ഹൃദയത്തിൽ വീണിട്ട് അവർ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് തെളിവ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശുശ്രൂഷകൾ, നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, അതിനെ ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ എന്തൊരു പ്രയാസം നമുക്ക് നേരിടാറുണ്ട് എന്ന് ആ അനുഭവങ്ങളിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. എന്നാൽ അവിടെയൊക്കെ തികച്ചും സൗമ്യതയോടും സംയമനത്തോടും പ്രാർത്ഥനയോടും കൂടെ പൗലോസ് അപ്പോസ്തലൻ കാര്യങ്ങളെ അതിജീവിച്ചു എന്നുള്ളത്
എത്രയോ വലിയ കാര്യമാണ്. നമ്മളെക്കുറിച്ച് തിന്മകൾ കളവായിട്ട് പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത് സന്തോഷം എന്ന് എണ്ണുവാൻ നമുക്ക് കഴിയണം. യേശുവും തെറ്റിദ്ധരിക്കപ്പെട്ടു, അപ്പോസ്തലന്മാർ തെറ്റിദ്ധരിക്കപ്പെട്ടു. ശുശ്രൂഷ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനാലാണോ അതോ സാത്താൻ്റെ സഹായത്തോടെയാണോ അതോ സ്വയമായിട്ടാണോ എന്നൊക്കെയുള്ള നിലയിൽ ആളുകൾ നമ്മെ വീക്ഷിക്കുമ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിപ്പാൻ, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ശക്തിയും ബലവും തരും എന്ന് മാത്രമല്ല, അവരെ ഉത്തരോത്തരം കർത്താവ് അനുഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിൽ നിറച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരായി തീരുന്തോറും അവർ സന്തോഷിക്കും എന്നുള്ളതും ഇന്ന് പകൽ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നാം സത്യത്തിൽ ജീവിക്കുമ്പോൾ, നാം വിശുദ്ധിയിൽ മുന്നേറുമ്പോൾ, നാം ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടാൽ ഭയപ്പെട്ടു പോകരുത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. ഒരു നാളും കൈവിടാത്തവൻ കൂടെയുണ്ടാവും. ആ ബലത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവേ, അങ്ങയുടെ വചനപ്രകാരം പഴിയും ദുഷിയും നിന്നയും ഏൽക്കുമ്പോൾ തളർന്നു പോകാതെ അതിന് നടുവിൽ സുഗന്ധമായിട്ട് മാറുവാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.